ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൽ ലേണിംഗ്. മക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് പരീക്ഷ സോഷ്യൽ സയൻസാണ്. അത് കണ്ടപ്പോൾ തന്നെ പല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ട്, ഇപ്പോഴും ബോധം വരാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഫസൽ സാർ എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, എത്ര പഠിച്ചാൽ നമുക്ക് A+ കിട്ടും. ആദ്യത്തെ പരീക്ഷയാണ്, സിലബസ് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ്. ഞങ്ങളെല്ലാവരും, ഞാനും മത്സൽ സാർ അടക്കമുള്ള എല്ലാവരും തന്നെ കുറച്ച് പേടിയിലാണ്. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, അതൊന്നും നമുക്കറിയില്ല. ഇപ്പം നമുക്കറിയാം മാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ചാൻസ് ഉണ്ടോ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്. അപ്പോൾ എനിവേ, നിങ്ങളെ കൈവിടാൻ ഒരിക്കലും ഞങ്ങൾ ഒരുക്കമല്ല. അപ്പോൾ എന്തായാലും തന്നെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, എത്ര പഠിച്ചാൽ A+ കിട്ടും, ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുക, സിലബസ് എല്ലാം ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അവസാനം വരെ കാണാൻ എന്തായാലും ഉപകാരത്തിൽ കൊള്ളും, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ കയറി വാടാ മക്കളെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എത്ര ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്കുള്ളത് SS1 നിന്നും SS2 നിന്നും. അപ്പോൾ അത് ആദ്യം ഒന്ന് നോക്കണം, ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ്. നോക്കൂ, മൂവിങ് ഫോർവേഡ് ഫ്രം സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഇത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ഓൺ ആയിട്ടുള്ളൂ, എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അടുത്തത് ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ. അവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മഗധ പോലുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ബാക്കി പത്രം പോലെ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ദെൻ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനങ്ങൾ എന്ന് പറയുന്ന പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ SS1 കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് എന്ന് കുറച്ച് നമുക്ക് തോന്നും, കാരണം ഒരു ചാപ്റ്റർ നമുക്ക് പരിചയമുള്ള ചാപ്റ്റർ ആണ്. അതുപോലെ ഇതും കുറച്ച് സിമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എളുപ്പമാണ്. ഇനി SS2 കാര്യം എടുത്താൽ ആദ്യത്തെ 2 ചാപ്റ്ററും നല്ല പാടാണ്, ഒരുപാട് ഡെപ്തിലുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ആദ്യത്തേത് ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ, അത്യാവശ്യം ഡെപ്തിലുള്ള ചാപ്റ്റർ ആണ്. അതിൻ്റെ ഒരു ലൈവ് ഉണ്ട്, 1 മണിക്കൂർ കൊണ്ട് ഞാൻ എടുത്തൊരു ലൈവ് നമ്മുടെ ചാനലിലുണ്ട്. അത് നിർബന്ധമായിട്ട് എല്ലാവരും കാണണം. അതിലൊരു കോണ്ടന്റ് പോലും വിടാതെ മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ ലൈവാണ്. അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാണ് ആ ചാപ്റ്റർ. ഇനിയും നമ്മളത് എടുക്കും, ഡോൺ വരെ. അതിൻ്റെ ക്വിക്ക് റിവിഷനുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ, അതിൻ്റെ ക്ലാസ് നാളെ നിങ്ങൾക്കുണ്ട്. അപ്പം നമുക്കറിയാം, നാളെ മീൻസ് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ഞാനും മത്സൽ സാർ നിങ്ങളെ കാണാൻ വരുന്നത് സോഷ്യൽ സയൻസ് SS1 SS2 മിനി മാരത്തോണുമായിട്ടാണ്. ഈ മിനി മാരത്തോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഇതിലെ 3 ചാപ്റ്റർ 3+1 ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലെവലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ നിന്നുള്ള ആദ്യത്തെ 2 ചാപ്റ്ററും, ഇതാ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്നുള്ള ഈ സെക്കൻഡ് ചാപ്റ്ററും ഞങ്ങൾ നാളെ, അതായത് വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് എടുത്ത് തീർക്കാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിനെ എല്ലാവരോടും പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടി പോരേണ്ടി, ഒരു സംശയം പോലും ബാക്കി വെക്കാതെ നമ്മളത് ഫിനിഷ് ചെയ്ത് പഠിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഇനി ഇതിൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ, പല സ്കൂളുകളിലും 4 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഈ 1ഉം 2ഉം ഇത് എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഏതുവരെ പഠിക്കണം എക്സാമിന് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏതുവരെ എക്സാമിന് പഠിക്കണം എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ, ട്യൂഷൻ ക്ലാസ്സിൽ എടുത്ത വരെയല്ല, ഏഗളിലെടുത്ത വരെയല്ല, ഏഗൾ ആപ്പിൽ എടുത്ത വരെയല്ല, ഫസൽ സാറും മത്സൽ സാറും എടുത്തത് വരെയല്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ടീച്ചർ എത്ര വരെ എടുത്തിട്ടുണ്ടോ അത് പഠിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വരി നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, അതുവരെ നിങ്ങൾ എഴുതേണ്ട ചുമതല നിങ്ങൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമിനേഷന് A+ന് വേണ്ടി പഠിക്കേണ്ടത് ഈ സിലബസ് മുഴുവനല്ല. ഇപ്പൊ നീ ചില സ്കൂളിൽ ഇത് മുഴുവൻ 6 ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 6ഉം പഠിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ ചെറിയൊരു മയം ഉണ്ടാവും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ലിസൺ, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഈ പറഞ്ഞ രണ്ടും ഇതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അതായത് ഒരു 80-85% ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാ ആദ്യത്തെ ഈ 4 ചാപ്റ്റേഴ്സിനാണ്. ഹിസ്റ്ററിയിൽ ആദ്യത്തെ 2 SS1 2 SS2 2. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനങ്ങൾ. ലീസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഇതിന് കൊടുത്താൽ മതി. ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി, ഇതിന്റെ പകുതി ഉണ്ടാവത്തുള്ളൂ. ഇതിന്റെ ഒരു ഹാഫേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, കാരണം ആദ്യത്തെ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹാഫേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും അവിടെ
ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് പറയാണ്, ഉണ്ടാവില്ല. ഓക്കെ, നമുക്കത് അറിയാവുന്ന കാര്യമാണ്. കുട്ടികളെ മാനസികമായി തളർത്തുന്ന ഒരു പരിപാടിക്ക് ഒരു നിൽക്കില്ല. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഏതുവരെ നിങ്ങൾക്ക് മനസ്സിലായി. സ്കൂളിൽ എത്ര വരെ എടുത്തോ അതുവരെ പഠിച്ചാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. ഇനി ഞാൻ ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾക്ക് മിനി മാരത്തോൺ ഉണ്ട്. ഞാനും അച്ഛൽ സാറും കൂടെ രാത്രി 7 PM നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു SS1 നിന്നുള്ള 1-2 ചാപ്റ്ററും SS2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് FR വരുന്നത്, ഇതുമായിട്ട് AS അച്ഛൽ സാർ വരുന്നത്. അപ്പൊ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് മാക്സിമം ഫ്രണ്ട്സിനോട് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. നമുക്ക് ഈ സുഖമായിട്ട് പഠിച്ചിട്ട് അങ്ങ് പോകാം. നല്ല രീതിയിൽ പഠിച്ചിട്ട് അടിച്ച് പൊളിച്ച് കൂടാം. ഇനി ഇതിന്റെ ശേഷം സാർ ഇനി മാരത്തോൺ ഒന്നും ഇല്ലേന്ന് ഉണ്ടടാ. ഇനി ഞങ്ങൾ എന്നൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? അതായത് നമ്മുടെ സാറ്റർഡേ വരുന്നുണ്ട്, സാറ്റർഡേ ശനിയാഴ്ച വരുന്നുണ്ട്. സൺഡേ നമ്മളൊരു 1 വേർഡിന്റെ റിവിഷനുമായിട്ട്, ചെറിയ 1 വേർഡ് ഷോർട്ട് നോട്ടിന്റെ ഒക്കെ റിവിഷനുമായിട്ട് സൺഡേ ഞങ്ങൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ മൺഡേ ആണ് നമ്മുടെ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം അനൗൺസ്മെന്റുമായിട്ട്, ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല, വലിയൊരു ബിഗ് അനൗൺസ്മെന്റ്, അതുമായിട്ട് നമ്മുടെ സൺഡേ നമ്മളൊരു ലോഞ്ചും കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, ഒരു സബ്ജക്റ്റിന്റെ കാര്യത്തിലും പേടിക്കേണ്ട, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ തീരെ പേടി വേണ്ട. ആദ്യത്തെ പരീക്ഷയാണ് സോഷ്യൽ സയൻസ് എന്ന് എഴുതിയിട്ട് വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നമ്മൾ സെറ്റാക്കും. ഇപ്പൊ ഞാൻ അങ്ങ് പോവാണ്. നാളെ നിങ്ങൾ വരിക, അവിടെ വെച്ച് പഠിക്കുക, എളുപ്പത്തിൽ മാർക്ക് നേടുക, A+ നേടുക, സെറ്റാക്കുക. അപ്പൊ നിങ്ങളുടെ വിലയേറെ കമന്റുകളൊക്കെ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ടാറ്റാ, ബൈ, സീ യു.